കേരളത്തിൽ ഗവൺമെന്റ് ജോലിക്കായി കാത്തിരിക്കുന്ന നഴ്സിംഗ് ഉദ്യോഗാർത്ഥികൾക്കും ഹെൽത്ത് സെക്ടറിൽ ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് ആരോഗ്യ കേരളം അഥവാ നാഷണൽ ഹെൽത്ത് മിഷൻ കേരളയുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. ഈ റിക്രൂട്ട്മെന്റിലൂടെ പ്രധാനമായും 2 പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഒന്ന് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ MLSP, രണ്ടാമത്തത് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് അനുയാത്ര പ്രോഗ്രാമാണ്. ഇത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയിലേക്കുള്ള വളരെ നല്ലൊരു അവസരമാണിത്. പ്രത്യേകിച്ച് BSc നഴ്സിംഗ്, GNM, ചൈൽഡ് ഡെവലപ്മെന്റ് മേഖലയിൽ പഠിച്ചവർക്കും ഈ വീഡിയോ അവസാനം വരെ കാണുന്നത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ട എല്ലാ വിവരങ്ങളും മനസ്സിലാക്കൂ. അപേക്ഷിക്കേണ്ട രീതി മുതൽ യോഗ്യത, ശമ്പളം, പ്രായപരിധി, സെലക്ഷൻ പ്രോസസ്, ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ, അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദവിവരത്തിലോട്ട് കടക്കും മുമ്പായിട്ട് ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടും. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. ആദ്യം ഈ ഓർഗനൈസേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഡിസ്ട്രിക്ട് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സൊസൈറ്റി, നാഷണൽ ഹെൽത്ത് മിഷൻ, ആരോഗ്യ കേരളമാണ്. ഔദ്യോഗിക വെബ്സൈറ്റ് arogyakerala.government.in ആണ്. ഇപ്പോൾ ആദ്യ പോസ്റ്റായി MLSP കുറിച്ച് നോക്കാം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി യോഗ്യത BSc നഴ്സിംഗ് കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ GNM കംപ്ലീറ്റഡ് ആയിരിക്കണം. ഇതോടൊപ്പം കേരള നഴ്സസ് ആൻഡ് മിഡ്വൈസ് കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. GNM ഉദ്യോഗാർത്ഥികൾക്ക് 1 വർഷം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം. ഇനി പ്രായപരിധി കാണാം. മാക്സിമം 40 വയസ്സാണ്. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് ഡേറ്റ് അനുസരിച്ചായിരിക്കും ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ശമ്പളം കാണാം. MLSP പോസ്റ്റിന് മാസം ഏകദേശം 20,500 രൂപ ശമ്പളമാണ് നൽകുന്നത്. ഇനി വാക്കൻസി ഡീറ്റെയിൽസ് കാണാം. നോട്ടിഫിക്കേഷൻ അനുസരിച്ച് വിവിധ സമയങ്ങൾ 75 മുതൽ 140 വരെ വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കറന്റ് നോട്ടിഫിക്കേഷൻ മുഴുവനായിട്ടും വായിച്ച് എക്സാക്ട് വാക്കൻസി ചെക്ക് ചെയ്യുന്നത് നിർബന്ധമാണ്. ഇനി MLSP ജോബ് റോൾ എന്താണെന്ന് കാണാം. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ് എന്നിവിടങ്ങളിൽ കമ്മ്യൂണിറ്റി ലെവൽ ഹെൽത്ത് കെയർ സർവീസ് നൽകുന്ന പ്രധാന ജോലിയാണ്. ബേസിക് രോഗപരിശോധന, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഫോളോ അപ്പ്, പേഷ്യന്റ് കൗൺസിലിംഗ്, പ്രിവെന്റേറ്റീവ് ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസ് എന്നിവ MLSPമാരുടെ പ്രധാന ഉത്തരവാദിത്തങ്ങളാണ്. ഇപ്പോൾ ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് പോസ്റ്റ് നോക്കാം. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കൂടാതെ PG ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കണം. ഇത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ന്യൂ ബോൺ ഫോളോ അപ്പ് ക്ലിനിക് എക്സ്പീരിയൻസ് ഉണ്ടായാൽ കൂടുതൽ മുൻഗണന ലഭിക്കാം. ഇനി ഏജ് ലിമിറ്റ് കാണാം. മാക്സിമം 40 ഇയേഴ്സ് ആണ്. സാലറി ഏകദേശം 20,000 രൂപ വരെ ശമ്പളം ലഭിക്കും. ഇനി അനുയാത്ര പ്രോഗ്രാം എന്താണെന്ന് കാണാം. ഡെവലപ്മെന്റ് ഡിലേ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ബിഹേവിയറൽ ഇഷ്യൂസ്, ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് എന്നിവ കണ്ടെത്തി കുട്ടികൾക്ക് സപ്പോർട്ട് നൽകുന്ന NHM പ്രോഗ്രാം ആണിത്. ഈ പോസ്റ്റിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ കുട്ടികളുടെ ഡെവലപ്മെന്റൽ അസസ്മെന്റ്, പാരന്റൽ കൗൺസിലിംഗ്, തെറാപ്പി സപ്പോർട്ട് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കേണ്ടി വരും. ഇനി സെലക്ഷൻ പ്രോസസ് എങ്ങനെയായിരിക്കാമെന്ന് കാണാം. നോട്ടിഫിക്കേഷൻ പ്രകാരം സെലക്ഷൻ ഉണ്ടാകുന്നത് ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, റിട്ടൺ ടെസ്റ്റ്, ഇന്റർവ്യൂ ഇവയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ചിലപ്പോൾ ആദ്യം റിട്ടൺ എക്സാം നടത്തുകയും പിന്നീട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ഇന്റർവ്യൂവിന് വിളിക്കുകയും ചെയ്യും. ഇനി അപ്ലിക്കേഷൻ മോഡ് നോക്കാം. അപ്ലിക്കേഷൻസ് ഓൺലൈൻ വഴി മാത്രമാണ് സ്വീകരിക്കുന്നത്. ഗൂഗിൾ ഫോം മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഹാർഡ് കോപ്പി അപ്ലിക്കേഷൻ സ്വീകരിക്കില്ല. അതിനാൽ ഫോം സബ്മിറ്റ് ചെയ്തതിനു ശേഷം കൺഫർമേഷൻ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ PDF സേവ് ചെയ്ത് വയ്ക്കുക. ഇനി ആവശ്യമായ ഡോക്യുമെന്റ്സ് കാണാം. SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്സ്, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്സ്, നഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, റിസ്യൂം അല്ലെങ്കിൽ CV, ഏജ് പ്രൂഫ് എന്നിവയാണ്. ഇവ സ്കാൻ ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. മലയാളം വായിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ജെനുവിൻ ആയിരിക്കണം. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഡീറ്റെയിൽസും ഡബിൾ ചെക്ക് ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാതെ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. ലാങ് ലിസ്റ്റും എക്സാം അപ്ഡേറ്റ്സും ആരോഗ്യ കേരള വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ഈ ജോബിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് കാണാം. BSc നഴ്സിംഗ് കംപ്ലീറ്റ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. GNM കംപ്ലീറ്റ് ആണെങ്കിലും അപ്ലൈ ചെയ്യാം. ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. NHM എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഗവൺമെന്റ് ഹെൽത്ത് സെക്ടർ എക്സ്പീരിയൻസ് നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. എല്ലാവരും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇനി ഈ റിക്രൂട്ട്മെന്റിലെ സാലറിയും കരിയർ സ്കോപ്പും കാണാം. NHM കോൺട്രാക്ട് ജോബ് ആയാലും ഫ്യൂച്ചർ സർക്കാർ ആരോഗ്യ മേഖല എക്സ്പീരിയൻസ് ആയി വളരെ വാല്യൂ ഉള്ളതാണ്. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, പബ്ലിക് ഹെൽത്ത് കെയർ പ്രോജക്ട്സ് എന്നിവയിൽ എക്സ്പീരിയൻസ് ലഭിക്കുന്നത് ഫ്യൂച്ചർ സർക്കാർ റിക്രൂട്ട്മെന്റുകൾക്കും PSC നോട്ടിഫിക്കേഷൻസിനും വളരെ സഹായകരമാകും.
ഈ റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി വരുന്നത് 2026 മെയ് 27 തീയതിയാണ്. 5 മണിക്കുള്ളിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഹെൽത്ത് സെക്ടറിൽ വരുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസിലൊന്നാണ് ഈ റിക്രൂട്ട്മെന്റ്. പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാനും ഗവൺമെന്റ് സെക്ടർ എക്സ്പോഷർ നേടാനും ആഗ്രഹിക്കുന്നവർക്ക് ഇത് മിസ് ചെയ്യാൻ പാടില്ല. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നഴ്സിംഗ് ഗ്രൂപ്പിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ഇനി ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.